ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വചനഭാഗം വായിക്കാം. 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എന്നാൽ കള്ളപ്രവാചകന്മാരും ദൈവജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. നിങ്ങളുടെ ഇടയിലും വ്യാജ ഉപദേഷ്ടാക്കന്മാരുണ്ടാകും. അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി അവതരിപ്പിക്കും. തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറക പോലും ചെയ്തുകൊണ്ട് അവർ തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ഭോഗാസക്തിയെ പലരും പിന്തുടരും. അവർ സത്യമാർഗത്തിന് അപമാനം വരുത്തും. സത്യത്തിൻ്റെ മാർഗം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ രക്ഷാമാർഗമാണ്. നിങ്ങളോട് സംസാരിക്കുന്ന ഈ എളിയവൻ ഞാൻ എല്ലാ ശിഷ്യന്മാരുടെ അപ്പസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനും അവസാനത്തവനും എന്ന് ഞാൻ അറിയുന്നു. എന്നാൽ എന്നെക്കാളിൽ വലിയ ശുശ്രൂഷകന്മാരിൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന തെക്കേ ഇന്ത്യയിലെ വലിയ സഭകളിൽ ഒന്നിൻ്റെ ഉടമസ്ഥനായ ശുശ്രൂഷക കൊച്ചു മുതലാളി ഈയിടെ മധ്യകേരളത്തിൽ വെച്ചൊരു സത്യം വിളിച്ചു പറഞ്ഞു. അതിൻ്റെ പേരിൽ ദൈവസഭ നേരിട്ട അപമാനവും ചെറുതല്ല. അദ്ദേഹം പറഞ്ഞത് പല സീനിയർ പാസ്റ്റർമാരുടെ ഭാര്യമാരും അസോസിയേറ്റ് പാസ്റ്റർമാരുടെ കൂടെ പോകുന്നു, പിന്നെ തിരിച്ചു വരുന്നു, ദൈവസഭ വളരുന്നു. എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിൽ പല കാരണങ്ങളുമുണ്ട്. അതിൻ്റെ കാരണങ്ങളിൽ ഈ കേരളത്തിലെ ഇന്ന് അറിയപ്പെടുന്ന പല ആത്മീക തട്ടിപ്പുകാരുടെയും ആത്മീക പിതാവ് എന്ന് പറയുന്നത് ഈ കൊച്ചു മുതലാളിയുടെ അപ്പം മുതലാളിയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന പല സീനിയർ ദുരുപദേശകന്മാരും പുറപ്പെട്ടു വന്നിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിൽ നിന്നാണ്. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കുകയില്ല എന്നത് എത്ര കറക്റ്റാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് മറഞ്ഞിരിക്കുന്നതിനെയൊക്കെ വെളിയിൽ കൊണ്ടുവരും എന്ന് നമുക്ക് ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ മനസ്സിലായിക്കോണം. അതായത് ദൈവത്തിൻ്റെ ക്ഷമയ്ക്ക് പോലും ഒരു പരിധി ഉണ്ടെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ 6-7 മാസം കൊണ്ട് മധ്യ കേരളത്തിലെ അല്ലെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട കള്ളന്മാരെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കേരളത്തിലെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം. കാരണം പരസ്യമായിട്ട് ചാനലുകാർ പേര് പറഞ്ഞ് ആക്രമിച്ചിട്ട് പോലും ഒരു മാനനഷ്ട കേസ് പോലും ഫയൽ ചെയ്യാൻ ഇവർക്ക് ധൈര്യമില്ല. കാരണം മാനമുണ്ടെങ്കിലല്ലേ നഷ്ടം വരുള്ളൂ. ഇവർക്കറിയാം ഇത് തൊട്ട് കഴിഞ്ഞാൽ ഇവർ കുടുങ്ങും, ചാനലുകാർ വെച്ച് വിലക്കുമെന്നറിയാം. കാരണം അതിനുള്ള പണി ഇവരുടെ കയ്യിലുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. പേരെടുത്ത് ഓരോരുത്തർക്കും ഓരോ പേരിട്ടിരിക്കുക. ഒരുത്തൻ്റെ പേരാണ് കുടുംബം കലക്കി, വചനക്കൊള്ളക്കാരൻ എന്നൊക്കെ പേരുകളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ കേട്ടാലും അപ്പോൾ തൊലിയൻ, ഇങ്ങനെ എന്നെ കേട്ടാലും ഒരു നാണമില്ലാത്ത അവസ്ഥയിൽ അനക്കമില്ലാതിരിക്കുക. കാരണം ഇവർക്കറിയാം ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ പെടുമെന്നറിയാം. ഇവരുടെ ഭാഗത്ത് ന്യായമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇവർ പോകാത്തത്. ഫോട്ടോ വെച്ചടിച്ചിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മാനമുള്ളവർക്കല്ലേ മാനം നഷ്ടമുള്ളൂ. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് തമിഴ്നാട്ടിൽ റാമ്പി കിടന്ന് പാടിക്കൊണ്ടിരുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവനും പെട്ടു. കോയമ്പത്തൂരെ സഭയെല്ലാം പൂട്ടി ഇപ്പോൾ ഒളിഞ്ഞു നടക്കുക. ഓരോരോ വിഷയങ്ങളിൽ പോയി പെടുക. ഇത് വിഷയം എന്താണെന്ന് വെച്ചാൽ കുറുക്കൻ രാജാവിൻ്റെ വേഷം ധരിച്ച് സിംഹാസനത്തിൽ കയറിയിരുന്നാലും, രാജാവിൻ്റെ വേഷം സിംഹത്തിൻ്റെ വേഷമൊക്കെ ധരിച്ച് കയറിയിരുന്നാലും ഈ മറ്റുള്ള കുറുക്കന്മാരിങ്ങനെ ഓരിയിടുന്നത് കാണുമ്പോൾ ഇവൻ്റെ വായിൽ നിന്ന് ഓരോ സ്വരം തന്നെ വന്നു പോകും. അന്നേരം ഇരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും, കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും ഇവൻ കുറുക്കനാണോ അതോ ഇവൻ സിംഹമാണോ എന്ന്. ഇപ്പം ഈയിടെ മനസ്സിലാകുന്നത് എത്ര വലിയ സിംഹത്തിൻ്റെ വേഷം ധരിച്ചാലും എന്നാ ജട വച്ച് പിടിപ്പിച്ചാലും. ഒരു ചാനലുകാരൻ ചോദിക്കുന്നു, പോയി സ്വന്തം മുടി കിളിപ്പിക്കാൻ അറിയാൻ മേലാത്തവനാണോ മറ്റുള്ളവൻ്റെ മുടിക്ക് വേണ്ടി മുടി കിളുക്കാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു എന്നൊക്കെ ചോദിച്ചെങ്കിൽ ഞാനിങ്ങനെ പറയുന്നു, ജട കിളിപ്പിക്കാൻ വെച്ച് പിടിപ്പിച്ചാൽ പോലും അവസരം കിട്ടുമ്പോൾ ഇവൻ ഓരിയിടും. ഇവൻ കുറുക്കനാണ്, ഇവൻ ഓരിയിടും. ഇവനെ ഓരിയിട്ട ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ ഇവൻ്റെ അണികൾ കുരവയിടും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് പറയാൻ പറ്റും, ഓരിയിടുന്ന കുറുക്കനും കുരവയിടുന്ന അണികളും. സത്യത്തിൽ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട സഭകളുടെ എല്ലാം വലിയൊരു ശാപം എന്ന് പറയുന്നത് ഈ ഓരിയിടുന്ന കുറുക്കനും കുരവയിടുന്ന അണികളുമാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഇത്തരം ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ ഈ കുറുക്കൻ്റെ ഓരിയിടിയിൽ, അതാ ഈയിടെ മധ്യ കേരളത്തിൽ ഒരു വലിയ കൺവെൻഷനിൽ ഒരുത്തൻ പറഞ്ഞത്.
അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. കാരണം യഥാർത്ഥത്തിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചവർക്ക് ഇങ്ങനെയുള്ളിടത്തൊന്നും വേദികൾ ഇല്ല. കാരണം അവരുടെ വേദികളിലൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. അവരുടെ അത്ര ഉപയോഗിക്കുന്ന സാങ്കേതിക സംവിധാനമോ സാഹചര്യമോ സമ്പത്തോ ഒന്നും യഥാർത്ഥ ദൈവവേലയായി ബന്ധപ്പെട്ടതില്ലാത്തത് കൊണ്ട് യഥാർത്ഥ ദൈവസ്വരം അങ്ങനെ വെളി വരുന്നുമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചില്ലെങ്കിൽ ഇവരെല്ലാം ഭയങ്കരമായ ദൂഷ്യങ്ങൾ ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇവർ യഥാർത്ഥ ദൈവസഭയ്ക്ക് വലിയ ദൂഷ്യം ചെയ്യും. ചാനലുകാർക്ക് ഇപ്പം നല്ലതേതാ ചീത്ത ഏതാ എന്നൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. അവരൊരു നിശ്ചിത സമയം, ദൈവം അനുവദിക്കുന്ന സമയം വരെ അവർ ഇതിൻ്റെ പുറകെ നടക്കും. അപ്പോൾ എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന എഫേസ്യർ 1:18 പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എന്ന് എഴുതിയേക്കുന്നേ. അപ്പോൾ ഈ നേതാക്കന്മാരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി ശക്തമായി ദൈവജനം പ്രാർത്ഥിക്കണം. ഇല്ലെങ്കിൽ ഇവർ അധികാര സ്ഥാനത്തിരുന്ന് ഇവർ ഓരിയിടും. ഓരിയിടുന്നപ്പോൾ ഓരിയിട്ടാലും ഇവരുടെ കൂട്ടത്തിലിരുന്ന് ഈ കുരവിടുന്ന അണികൾക്ക് ഇത് മനസ്സിലാകുകയില്ല. അവരോട് കൂടി ഒരുമിച്ചിരുന്ന് അങ്ങ് ഓരിയിടുകയുള്ളൂ. അവർ കച്ചല പിച്ചലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്കൊരിക്കലും ഇത് മനസ്സിലാകുകയില്ല. കാരണം അവർ യേശുവിനെയോ യേശുവിൻ്റെ വചനത്തെയോ ദൈവത്തെയോ ദൈവത്തിൻ്റെ രാജ്യത്തെയോ ഒക്കെ പറയുന്നതെങ്കിലും അതൊന്നും അവർ ഗ്രഹിക്കുന്നില്ലെന്നുള്ളതാണ് സത്യം. അതൊന്നും ഗ്രഹിക്കാത്തത് കൊണ്ട് അവർ ഈ ഓരിയിടുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടി അവരും കൂടി കുരവിട്ടിങ്ങനെ പോവുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചുരുക്കം ഇങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കണം. യേശു ക്രൂസിൽ പ്രാർത്ഥിച്ചത്. യേശു ക്രൂസിൽ എന്നാ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഇവർ ചെയ്യുന്നതും ഇവർ പ്രവർത്തിക്കുന്നതും എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്നെങ്കിലും കേരളത്തിലെ യഥാർത്ഥ ദൈവമക്കൾ പ്രാർത്ഥിക്കണം എന്നതാണ് നമ്മളിതിനകത്ത് മനസ്സിലാക്കുന്നത്. എന്താണേലും കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നെന്നും അവർ വിനാശകരമായ ദുരുപദേശങ്ങൾ രഹസ്യമായി പഠിപ്പിക്കുകയും എന്നൊക്കെ പറയുന്നത് അത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഇന്ന് രഹസ്യങ്ങളില്ല. ഇന്ന് CCTV ക്യാമറകളും മൊബൈൽ ക്യാമറകളും മറ്റ് സംവിധാനങ്ങളും അതിശക്തമായ ഈ കാലഘട്ടത്തിൽ ഇന്ന് രഹസ്യങ്ങളില്ല. അതുകൊണ്ട് തന്നെ സത്യമാർഗത്തിന് അപമാനം വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നെങ്കിൽ അത് വളരെ ശക്തമായി സകലരും പിടിക്കപ്പെടുന്നെങ്കിൽ യഥാർത്ഥ ദൈവമക്കൾക്ക് വലിയൊരു പ്രത്യാശയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇതിനിടയ്ക്കൂടെ, ഈ പിടിക്കപ്പെടലിനിടയ്ക്കൂടെ യഥാർത്ഥത്തിലുള്ള ദൈവസഭ വളർന്നു വരും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, ദേശത്തെ യഥാർത്ഥ ദൈവസഭയ്ക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കേരളം എന്ന ദേശം ഏറ്റവും വലിയ തകർച്ചകളിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തിൽ ജനമെല്ലാം എല്ലാ മേഖലയിലും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവമേ, അതിൻ്റെ അടിസ്ഥാന കാരണം ആത്മീക വിഷയമാണ് എന്ന് ബോധ്യം ഉൾക്കൊണ്ടിട്ട് ദൈവജനം യഥാർത്ഥത്തിൽ മാനസാന്തരത്തിലേക്ക് മടങ്ങി വന്ന് പ്രവാസത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് കുഞ്ഞുങ്ങളെയൊക്കെ തിരികെ എടുക്കുവാൻ കർത്താവ് ഹൃദയങ്ങൾ തുറക്കണമേ. എൻ്റെ കർത്താവെ, ദുരുപദേശകരും കള്ളപ്രവാചകന്മാരും കള്ള ശുശ്രൂഷകരും നെടുനീളം എഴുന്നേറ്റ ദേശത്ത്, ദൈവമേ, അന്ധകാരത്തിലിരിക്കുന്ന ഈ ദേശത്ത് ഒരു വലിയ പ്രകാശം ദൈവം കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിനായി, കേരളത്തിനായി ഞങ്ങൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം അനേകർ ദേശത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എഴുന്നേക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുകയും ദേശത്തിൻ്റെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ കർത്താവേ, യോനായുടെ പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ നിനവേക്കാർ മനുഷ്യനും മൃഗങ്ങളും ഉൾപ്പെടെ ദൈവസന്നിധിയിൽ ഉപവാസം പ്രഖ്യാപിച്ച് ചാക്കുടുത്ത് ചാരത്തിൽ കിടന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ദേശത്തിന് വരുത്തും എന്ന് പറഞ്ഞ അനർത്ഥത്തെക്കുറിച്ച് ദൈവം മാനസാന്തരപ്പെട്ടു എന്ന് ഞങ്ങൾ വായിക്കുന്നു. അവരുടെ മേൽ വരുത്തുമെന്ന് പറഞ്ഞ നാശനഷ്ടങ്ങളെ ദൈവം ഒഴിവാക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു എന്ന് ഞങ്ങൾ വായിക്കുന്നെങ്കിൽ, എൻ്റെ ദൈവമേ, ഈ ദേശത്തോട് കരുണയാകണമേ, ഞങ്ങളുടെ തലമുറകളോട് കരുണയാകണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, MBAക്കാരും MSWക്കാരും ഒക്കെയും കർത്താവെ ചായക്കടപ്പണിയൊക്കെയായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ, അങ്ങ് ഈ ജനത്തോട് കരുണയാകണമേ എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് സകല മേഖലയിലും കർത്താവിൻ്റെ ഒരു ശുദ്ധീകരണം ഇറങ്ങി വരുവാൻ കേരളത്തിൽ ഒരു സംഘം ദൈവജനം ഒരുമിച്ച് എഴുന്നേൽക്കുവാൻ ദൈവം സഹായിച്ച് അനുഗ്രഹിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.